ചാൾസ് ഇലിയ ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. കാരണം എന്താന്ന് പറയട്ടെ ഗൈസ്, ഇതിന് വ്യക്തമായ കാരണമുണ്ട്, വെറും റൂമർ. ഡാന പറഞ്ഞായിരുന്നു 2 ആഴ്ചക്കുള്ളിൽ ഇലിയുടെ ഫൈറ്റ് അനൗൺസ് ചെയ്യുമെന്ന്. ഇസ്ലാമിന്റെ ടീം പബ്ലിക്കായിട്ട് ഇലിയ ഫൈറ്റ് റിജക്ട് ചെയ്ത്, കബീബ് പറഞ്ഞു വേണ്ടെന്ന്. പിന്നെ അപ്പൊ ഈ ഫൈറ്റ് ആണ് നടക്കാൻ പോണെന്ന് ഓൾമോസ്റ്റ് റൂമർ ഉണ്ടായി ഉറപ്പിച്ച്. ഞാനിത് തുറന്നു വെച്ച് പറഞ്ഞേക്കാം ഗൈസ്, എനിക്കറിയാം നിങ്ങളൊക്കെ പറയുന്നുണ്ട് ചാൾസിന് BJJ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇലിയയും BJJ ഉള്ള ആളാണ്. ഇലിയക്ക് അത്യാവശ്യം റെസ്ലിംഗ് ഉണ്ട്. ബ്രൈസ് മിച്ചലിന്റെ കമ്പയർ ചെയ്യേണ്ട. ബ്രൈസ് മിച്ചലിന്റെ ഫൈറ്റ് ഒരു അനോമലിയാണ്, പ്രതീക്ഷിക്കാവുന്ന ഫൈറ്റാണ്. പക്ഷെ ബ്രൈസ് മിച്ചലിന്റെ അത്രയും പ്യുവർ ഒരാളെ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള എബിലിറ്റിയും ചാൾസിനില്ല. ഞാൻ പറഞ്ഞ പ്യുവർ ഒഫൻസീവ് റെസ്ലിംഗ് ആണ്. ചാൾസിന് ഗ്രാപ്ലിംഗ് കണ്ട് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് ചാൾസ്. പക്ഷെ അടിയിൽ വീഴാൻ പോകുന്നില്ല, സ്റ്റാൻഡപ്പ് ആയിരിക്കുള്ളൂ. വേഴ്സ്റ്റ് സ്റ്റൈലിസ്റ്റിക് മാച്ചപ്പ് ഫോർ ചാൾസ് എന്ന് ഞാൻ പറയുള്ളൂ. ഇലിയടാ ഇച്ചു നീ പറഞ്ഞത് ഞാൻ ബാക്കി പറയാ. അല്ല, ഈ ചാൾസിന് മറ്റേ ഇടയ്ക്ക് വെച്ചെടുക്കണ ബ്രേക്ക് ഇല്ലേ, ഗാർഡ് പുള്ള് ചെയ്തിട്ടുള്ള റീഡി കൊണ്ട് ചെയ്യുമ്പോ ആ ബ്രേക്ക് കൊടുക്കാൻ പറ്റും ഇലിയനോട്. കാരണം മറ്റേ ഇസ്ലാമിനെ പോലെ താഴോട്ട് ചെന്ന് അറ്റാക്ക് എടാ ബ്രയൻ ഹാളിന്റെ കൂടെ താഴെ പോയാണ്. റയൻ ഹാളിന്റെ കൂടെ താഴെ പോകാൻ പേടി കാണിക്കാൻ ആളാണ്, മനസ്സിലായ ഇലിയ. പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഫോളോ അപ്പ് ചെയ്ത്. അപ്പൊ എന്തായാലും ഈ ഫൈറ്റ് ചാൾസിന് വേഴ്സ് ഫൈറ്റ് ആണ് ഗൈസ്. 2 കാര്യമാണ് ഞാനിത് പറയാൻ കാര്യം, വേഴ്സ് എന്ന് പറയാൻ കാര്യം. ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ ചാൾസിന്റെ ടേക്ക് ഡൗൺ, അങ്ങനെ ഒഫൻസീവ് ടേക്ക് ഡൗൺ ചെയ്യാൻ എബിലിറ്റിയുള്ള ആളല്ല ചാൻസ്. ചാലറിനെ പോലെയോ അല്ലെങ്കിൽ പ്യുവർ ഇസ്ലാമിനെ പോലെയൊക്കെ റെസ്ലേഴ്സിനെ പോലെ. സ്ട്രൈക്കിംഗ് ആണെങ്കിലേ ഇലിയ എന്ന് പറഞ്ഞാൽ MMA ബെസ്റ്റ് ബോക്സറാണ്. പ്യുവർ പ്രൊഫഷണൽ ബോക്സറിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് MMA ഇംപ്ലിമെന്റ് ചെയ്യണ റെയർ ഫൈറ്ററുള്ള ഒന്നാണ്. ഏറ്റവും ബെസ്റ്റ് ഹൈസ്റ്റ് ലൈക്യൂരി. ചാൾസിനുള്ള വീക്ക്നെസ് ചിന്നി. എല്ലാ ഫൈറ്റും ചാൾസ് ഹിറ്റബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാൾസ് ഇതേവരെ ജയിച്ചേക്കണ എല്ലാ ഫൈറ്റും ചാൾസിന് 1-2 പഞ്ച് കൊണ്ടുണ്ട്. ഈ 1-2 പഞ്ച് വേറെ ആൾക്കാരുടെ കൂടെ കൊള്ളണ പോലെ അല്ല ഇലിയയുടെ കൂടെ കൊള്ളണം. ഐ വിൽ സേ ലൈക്ക് 95-96 ഐ എം ഗോയിങ് വിത്ത് ഇലിയ. അത്ര കോൺഫിഡന്റ് ആണ് എനിക്ക്. ചിലപ്പോൾ ഞാൻ തെറ്റിയേക്കാം, എന്നാലും ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഐ എം ബിലീവ് 95% ഇലിയ ബിലീവ്. എനിക്ക് ഈ ഡിവിഷനിൽ ഇപ്പൊ ഇലിയ വന്നേക്കണത് നേരെ ടൈറ്റിലായിരുന്നു, പക്ഷെ ടൈറ്റിൽ കിട്ടിയില്ല. അപ്പൊ കിട്ടാണ്ടതുകൊണ്ട് ഈ ചാൾസ് ഫൈറ്റ് ആണ് ഇപ്പൊ മേക്ക് സെൻസ് ചെയ്യണ ഏറ്റവും ബിഗസ്റ്റ് ഫൈറ്റ് ഇസ്ലാം അല്ലാണ്ട് ലൈറ്റ് വെയിറ്റില്. അപ്പൊ ഈ ഫൈറ്റില് ഇലിയ എന്തായാലും ജയിക്കുന്നതാണ്. ഈ പറഞ്ഞ സാധനം റെസ്ലിംഗ് അത്ര ഒഫൻസീവ് റെസ്ലിംഗ് ഇത്തിരി കുറവായിരിക്കണം. ഇടകിച്ചു എപ്പോഴെങ്കിലും ചാൾസിനെ കാണിച്ചിട്ടുണ്ടോ ഒരാളെ ഡബിൾ ലെഗ് ചെയ്ത് അഗ്രസീവായിട്ട് ടേക്ക് ഡൗൺ ചെയ്യാൻ കാണിച്ചിട്ടുണ്ടോ ചാൾസിനെ? ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ചാൾസിൽ നീ കണ്ടിട്ടില്ല, ഭയങ്കര കുറവാണ്. അങ്ങനെ ഒരു സാധനം ചാൾസിന്റെ ഗെയിമിൽ ഉണ്ടാച്ചെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചാൻസ് കൊടുക്കായിരുന്നു, അല്ലേ? അതെ, ഇപ്പൊ ചാൾസ് സാധാരണ താഴോട്ടൊക്കെ പോയിട്ടൊന്നുമില്ലെങ്കിൽ വല്ല ബാക്കൊക്കെ എവിടെയെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ കയറി അല്ലെങ്കിൽ ചെയ്യാം, ഡസ്റ്റിനെ ചോക്ക് ചെയ്ത പോലെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇടിച്ചിട്ട് ഇലിയനെ ഇടിച്ചിടലൊന്നും നടക്കുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ റീച്ച് വ്യത്യാസം വരുമ്പോ എന്നാലും കാര്യമില്ല, അകത്ത് കയറി പണിയാൻ ഇലിയ സീനാണ്, അതാണ് പ്രശ്നം. മാക്സോളെ ഫൈറ്റ് കണ്ടായിരുന്നു? ഇലിയ ഫൈറ്റ് കണ്ടില്ലേ റീച്ചിന്റെ കാര്യത്തിലൊക്കെ, ഹൈറ്റിന്റെ കാര്യത്തിലും? അതെ, ആ ഇൻസൈഡ് കേറി ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ആ അകത്ത് കേറി അങ്ങോട്ട് പണി തീർത്ത് ഇറങ്ങി വരും, അതാണ് പ്രശ്നം. സംഭവം ചാൾസ് അറിയാൻ പോലും ഇല്ല എങ്ങനെയാണ് ഇവൻ ഇത്രയും ഡിസ്റ്റൻസ് അടുത്ത് വന്ന് തീർത്തിട്ട് പോയെന്ന്. എല്ലാം ഷട്ടപ്പെട്ടേന്നായിരിക്കും മിക്കവാറും ഇലിയ വന്നു കഴിയുമ്പോ. ഇപ്പൊ ഇലിയുടെ ഫൈറ്റിൽ ഇലിയനെ കൂടെ ഡിഫെൻസീവ് ആയിട്ട് കുറച്ചായിട്ട് ഇസ്ലാമിനെ പിടിച്ചിരിക്കാനൊക്കെ പറ്റും, അത് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിനെ പോലെ ഡിഫെൻസീവ് സ്ട്രൈക്കിംഗ് ഇല്ല. ചാൾസിന് ഡിഫെൻസീവ് സ്ട്രൈക്കിംഗ് കുറവാണ്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എല്ലാ ഫൈറ്റും ചാൾസ് ഹിറ്റ് ചെയ്യും, 2 മിനിറ്റ് റെസ്റ്റ് എടുക്കും, തിരിച്ചു വരും, അതാണ്. പക്ഷെ ഇലിയായിട്ട് ഹിറ്റ് കൊണ്ടുകഴിഞ്ഞാൽ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നേരെ ഉറങ്ങും. കാരണം നമ്മ കണ്ട പവറല്ല, നമ്മ ഇത്ര നാള് കണ്ട പവറല്ല. അത് ഞാൻ പറഞ്ഞില്ലേ ടെലിഗ്രാഫി എത്ത പഞ്ചാണ്. നീ പറയണല്ലോ ടെലിഗ്രാഫിനോട് വാക്ക് പറഞ്ഞ് മടുത്തെന്നാലും പന്ന പഞ്ച് കണ്ട് ബ്രെയിന് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ എടുക്കാം. പന്ന പഞ്ച് കണ്ടില്ലെങ്കിൽ അതിന് പവർ ഇല്ലെങ്കിലും ഉറങ്ങിപ്പോവും. ഇലിയുടെ പഞ്ചിന് പവറും ഉണ്ട്, പന്നത് കാണാനും പറ്റൂല, അതാണ് ഇലിയുടെ ഡേഞ്ചർ. അതുകൊണ്ട് ഈ ഫൈറ്റ് ഐ എം ഗോയിങ് വിത്ത് ഇലിയ. പിന്നെ അത്രേ ഉള്ളു, ബാക്കിയൊക്കെ പിന്നെ പറയാം. എന്തായാലും ഒരു നറേറ്റീവ് ആണ് കേട്ടാ. ഇലിയ ചാൾസിനെ തോപ്പിച്ച് എന്നിട്ട് ഇസ്ലാം ഇവിടെ നിൽക്കണ്, എന്നിട്ട് എങ്ങനെയോ ബലാല് തോറ്റി. ജയിച്ചിരിക്കണ ഇലിയനെ ഫൈറ്റ് ചെയ്യാണ്ട് ഇസ്ലാം 170 പോയാ ഗിച്ചു എന്ന് പറഞ്ഞ എന്താണ് ഇന്റർനെറ്റ് അടക്കാൻ പോണെന്ന് കുറച്ച് നാളത്തേക്ക്? എന്ത് പേടിച്ചോടിന്നേ പറയുള്ളൂ എല്ലാവരും, അതല്ലാണ്ട് വേറൊന്നും പറയാൻ പോണില്ല. എല്ലാരും മറ്റേ സംഭവമില്ലേ അങ്ങനെ. ഞാൻ ഇത്ര നാൾ ഇസ്ലാമിന് വേണ്ടി ഈ ചാനലിൽ വാദിച്ച ആളാണ്. ഞാൻ പറയണാണ് ഇലിയ ജയിച്ചു ചാൾസിന
കൂടി തോപ്പിച്ചു. എന്നിട്ട് ഇല്ലിയനെ ഫൈറ്റ് ചെയ്യാണ്ട് ഇസ്ലാം 170 പോയെന്ന് വെച്ചു അവിടെ ബെല്ലാട് തോറ്റിട്ട്. മറ്റേ കുറച്ചാൾ ഇസ്ലാമിന്റെ ഫോട്ടോയിലും കമന്റിലും ആ സാധനം മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ തുറന്നു പറഞ്ഞേക്കാം, നടക്കാൻ പോണ കാര്യം ഞാൻ പറഞ്ഞാണ്, ഞാൻ ചെയ്യൂല, ഞാൻ പറഞ്ഞാണ് നടക്കാൻ പോണ കാര്യം.